ചങ്കളെ ഞാൻ എന്നുള്ളത് വലിയൊരു മലന്റെ സെൻട്രൽ ഭാഗത്താണ്. ഈ മലനെ എനിക്ക് കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് ബീഹാറിലെ ദശരഥിരഞ്ചില്ലേ, വലിയൊരു മലയെ ഒരു ചുളിയും ചുറ്റികയും എടുത്ത് വലിയൊരു മലയെ വെട്ടിപ്പുലർത്തി സ്വന്തം ഗ്രാമത്തിലേക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കിയ ഒരു ആളെ കഥ കേട്ടിട്ടില്ല നിങ്ങൾ? അതായത് ഇന്ത്യയിലെ മൗണ്ടാൻ മാൻ എന്നൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വായക്കാട് പഞ്ചായത്തിൽ കോട്യമല എന്ന സ്ഥലത്ത് ഒരാളുണ്ട്, വീരാൻ കാക്ക എന്ന് പറയും. അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് വെള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ട് വലിയൊരു കിണർ ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ്. അല്ലേവാ, കുറേ കാലം മുമ്പല്ലേ? അതെ, അദ്ദേഹം കുഴിച്ചതിൻ്റെ അതല്ല കേട്ടോ അതിൻ്റെ സംഭവം. ഈ കിണറിലേക്ക് അദ്ദേഹം വലിയൊരു കിടങ്ങ് വെട്ടിയിട്ടുണ്ട്. വലിയൊരു കിടങ്ങ് എന്ന് പറഞ്ഞാൽ നടന്ന് ഒരുപാട് ദൂരം പോയിട്ട് കിണറിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് എത്തുന്ന ഒരു കിടങ്ങുണ്ട്. ആ കിടങ്ങിലൂടെയാണ് ഈ കിണറിൻ്റെക്ക് ചെല്ലുന്നത് കേട്ടോ. ആ സംഗതികൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അതായത് ഓരോരോ മനുഷ്യർ ബുദ്ധിമുട്ട് കാരണം എന്തെല്ലാം ചെയ്യുമെന്നൊരു ഉദാഹരണമാണ്. എന്തും നമ്മൾ ചെയ്യും, വെള്ളം കിട്ടാഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യാനാ, എന്തും ചെയ്യും. ആ ഒരു കാഴ്ച ഞങ്ങളെ ഇന്ന് കാണിക്കാൻ പോണട്ടോ. എൻ്റെ കൂടെ ഇങ്ങോട്ട് പോരി, പോയി നോക്കവാ. ഇതിനുള്ളൊക്കെ ഞാൻ മുന്നേക്ക് പോണോ? പേടിയാണ്ടിട്ടാ. ഇത് എന്താണ് ആ സംഭവം? ഞങ്ങളെ രണ്ട് ഭാഗത്ത് കിടങ്ങാണ്. ഒരു വല ഇങ്ങനെ വെട്ടി ഇറക്കിക്കത്. അത് പോ നോക്കി കാണിച്ചതാ. മാഷാ അല്ലാ ബാവാ, ഇതൊരു സംഭവമായിട്ട് ചങ്ങായിമാരെ. ഇതൊരു സംഭവമല്ല, ഒരു മനുഷ്യന്റെ അധ്വാനം എന്താണെന്നുള്ളത് ശരിക്കും ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. വെട്ടി ഇറക്കിയത് കേട്ടോ. ഒരു മനുഷ്യന്റെ വിയർപ്പിന്റെ വില എന്താണെന്ന് വരെ ഇവിടെ കാണാം. അത്രക്കും രസകരമായിട്ട് അത് ചെയ്ത് നമുക്ക് രസമായിരിക്കും, പക്ഷെ ഇതിന്റെ ഒരു ത്യാഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളതേ നമ്മൾ കണ്ടോക്കെ വരി. മോനെ വാ, ഇതോക്കിയാ ഇതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടോ? അത് കാര്യം വികണ്ടായിട്ടേക്കാരേ. ഇത് സംഭവമാണ് ചെങ്കളെ. ഇതെന്താ സംഭവം? ഞങ്ങൾ ഇതൊരു കിണറാണ്, വലിയൊരു കിണർ. ഞങ്ങൾ നിൽക്കണ ഈ കിണറിൻ്റെ സെൻട്രൽ ഭാഗത്താട്ടോ. ഈ ഒരു കിണറിൻ്റെ കാഴ്ച കാണണമെങ്കിൽ അത് രസകരമായിട്ടാട്ടോ ഇത് ഇവിടെ ചെയ്തു വെച്ചത്. പൊടച്ച തമ്പുരാനെ, കണ്ടാളി അങ്ങായിമാരെ. ഇത് കണ്ടവരുണ്ടാവും, എന്നാലും കാണാത്തവർക്കായിട്ട് നമ്മളെ കാഴ്ച വെക്കുകയാണേ. കണ്ടാളി ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി കണ്ടിക്ക്. മോനെ ഏതാ അറിയാം, ഇത് കാണേണ്ട ഒരു കാഴ്ച അങ്ങായിമാരെ. ഈ കിണർ കിടക്കുന്നത് ഒരു മലയുടെ സെൻട്രൽ ഭാഗത്താന്ന് നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങളെ. ഈ പെണ്ണിടോ ഇവിടെ ഇങ്ങോട്ട് തുരന്നക്കാണ് അദ്ദേഹം. തുരന്നിട്ട് മുകളിൽ നിന്ന് കിണർ ഫുള്ള് കുഴിച്ചിട്ട് എന്താ ഇവിടെ കിടങ്ങുണ്ടാക്കി. എന്നിട്ട് ഇവിടെ തുരന്നിട്ട് എന്ത് ചെയ്യും, ഹൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്താ തരുമോ, കൈനോട് മുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, അതായത് കപ്പി വെച്ച് വെള്ളം മുക്കേണ്ട സാഹചര്യം വന്നാൽ ഹൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കിടങ്ങുണ്ടാക്കിയതാണെന്നാ തോന്നുന്നത്. പിന്നെ രണ്ട്, ഈ ഒരു പൈപ്പേ നേരെ കിണറിന്റെ അടിയിൽ കെട്ടത് ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചല്ലോ. ഈ പൈപ്പ് നേരെ അടിക്കിടാൻ കാരണമുണ്ട്. ഇയാളെ വീട്ടിലേക്ക് നേരെ പൈപ്പ് പോയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. മോട്ടോർ സൗകര്യങ്ങളൊന്നും ഇതിൽ വെച്ചിട്ടില്ലല്ലോ, കറണ്ടില്ല, മോട്ടറിലൊന്നുമില്ല. അതായത് ഈ പൈപ്പിൽ നിന്ന് വെറും ഈ പൈപ്പ് ഇട്ടിട്ട് താഴോട്ട് വെള്ളം കണ്ട് പോകുമ്പോൾ നമ്മൾ കരുതേണ്ട എന്താ, ഞങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കിണർ എത്രാനും ഹൈറ്റ് ഇരിക്കണം എന്നുള്ളത്. അതായത് ഒരു മലന്റെ സെൻട്രൽ ഭാഗത്ത്, അതായത് താഴ്ഭാഗം ചെറിയൊരു ചെരുവിലാണ് ഈ കിണർ നിൽക്കുന്നത്. ആ ചെരുവിൽ നിന്ന് നേരെ താഴോട്ട് അദ്ദേഹം ഈ വെള്ളത്തെ കൊണ്ടുപോകാനുള്ള സജ്ജീകരണം മുഴുവൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം അന്നും വെള്ളം എടുത്തിട്ടുണ്ട്, ഇപ്പോഴും വെള്ളം എടുക്കുന്നുണ്ട്. ഈ പൈപ്പ് മാർഗം വേറെ മോട്ടോർ സൗകര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ചങ്കളെ ഈ മല കയറിയപ്പോ വെള്ളത്തിന് ഭയങ്കര ദാഹം. അപ്പോളേ ഈ കിണറിന് ഏതായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് വെള്ളം എടുത്ത് മുക്കി കുടിക്കാൻ എഴുതി. കാരണം മലന്റെ മുകളിലുള്ള ഈ വെള്ളം കുടിക്കാൻ അവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പം അത് കാണിച്ചാലായിരിക്കും ദാഹിച്ച് നിൽക്കാൻ പറ്റില്ല. കപ്പൊക്കെ പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ. ഓർക്ക് കപ്പിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു പിന്നെ പൈപ്പ് മാർഗമാണല്ലോ അടിക്ക് വെള്ളം എടുക്കണത്. അത് കാണിച്ചെടുത്താ കിടന്ന അടിയൊന്ന് കൈനോട് നിൽക്കുക. അതില്ല വെള്ളം ആണേ, കൈനോട് ഇങ്ങനെ പൊട്ടിച്ചിട്ടോ. അപ്പോളേ ഞാൻ വെള്ളം കുടിക്കാട്ടോ, നല്ല തണുപ്പുണ്ട് വെള്ളം.
അടിപൊളി വെള്ളം ചങ്ങായിമാരെ. ഞങ്ങളെ അടിപൊളി വെള്ളം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക, ഞങ്ങൾ ബീരാനാജിൽ നിന്ന് കാണാൻ പോകണ്ടേ, അതായത് ഈ കിണർ കുത്തിയ മഹാണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കണ്ടുനോക്കട്ടെ. കാണാൻ കഴിയുമെന്നറിയില്ല. കണ്ടിട്ട് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അദ്ദേഹം എങ്ങനെ കുത്തിയും കാര്യങ്ങളൊക്കെ ചോദിക്കാമല്ലോ, എത്ര എടുത്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. വരി. അപ്പോൾ ചങ്കളെ, നമ്മൾ നേരത്തെ കണ്ട ആ കിണറിൻ്റെ അതിമനോഹരമായ കിണറില്ലേ, ആ കിണറിൻ്റെ ശില്പിയുടെ വീട്ടിലായിട്ട് വന്നുള്ളത്. അപ്പം ബീരാനാജി എന്ന അദ്ദേഹത്തെ പേര് അല്ലേ. അപ്പം അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കല്ലേ, വാ. ഇതാട്ടെ നമ്മളെ പറഞ്ഞ ആള്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറുങ്ങനെ ചോദിച്ചു നോക്കല്ലേ, വാ. ഓർഡർ ഇരിക്കാലോ. ഞങ്ങൾ നിങ്ങളെ മലയിലൊക്കെ പോയി. നിങ്ങളെ ആ കുറ്റ കിണറ് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇന്ന് നേരെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങള് ആ ഉണ്ടാക്കിയ കിണറിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് സംഗതിയില്. അപ്പം അത് എങ്ങനെ ആ കിണർ കുത്താണ്ടായ കാരണം? താഴത്ത് അടിയില് താഴെ പറമ്പില് വീട്ടിലേക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവിടെ കുത്തിയാണ്. വേറെ ഒന്നര കുത്തിന് വെള്ളം കിട്ടിയില്ല. അപ്പൊ പിന്നെ അവിടേക്ക് മാറി കുത്തി. അന്ന് അവിടെ വീട് ഇവിടെ അല്ലായിരുന്നു? വീട് മേത്തല അന്ന് അവിടെ ആയിരുന്നു വീട് അല്ലേ? ആ കണ്ട താഴത്തുള്ള വീട്. അപ്പൊ അന്ന് വെള്ളത്തിന്റെ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ മല തുറന്നിട്ട് എന്ത് ചെയ്യുക, കിണറുണ്ടാക്കി. അപ്പൊ ഞങ്ങളെ പറഞ്ഞെന്താ അറിയോ, വെള്ള സൗകര്യം അന്ന് ഇല്ലാത്തത് കൊണ്ട് ആ മലയെ തുറന്നിട്ട് അദ്ദേഹം ആ മലയെ വെട്ടി ചാലൊക്കെ ആക്കി കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് തുറന്നിട്ട് അതിലൂടെ പൈപ്പ് ഇട്ടിട്ടാണ് അദ്ദേഹം വെള്ളത്തിനെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ ആ അധ്വാനത്തിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ആ വെള്ളേ അവിടുത്തെ താഴത്തെ വേറെ വീട്ടിലെ ആളുടെ വീട് കുടിച്ചു കൊടുക്കണ ആ വെള്ളമാണ്. ആ വെള്ളമാണ് കുടിക്കുന്ന, ആ വീട്ടിൽ കുടിക്കുന്ന ആ വെള്ളമാണ്. ഇപ്പൊ ആ വെള്ളം ആ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നുണ്ട്. ആ വെള്ളം കുടിച്ചുകൊടുക്കണേ. ആ വെള്ളം തന്നെ ഉള്ള അവിടെ. വേറെ വെള്ളം ആ ഭാഗത്ത് എവിടെയും വെള്ളം ഇല്ല. അപ്പം ആ കിണർ കുഴിക്കാന് ഒരുപാട് കാലം എടുത്തു. അതിന് വല്ലാതെ കണ്ടമാന കാലൊന്നും വന്നില്ല. ഒരു 5-6 മാസമൊക്കെ. 5-6 മാസം 6 മാസം എടുത്തില്ലേ? അത് ശരി. നല്ല ത്യാഗം സഹിച്ചിട്ടുണ്ടാവും ആ കിണർ കുത്തല്ലേ അല്ലേ? കാരണം വാഹനങ്ങൾ വരാനുള്ള സമയമില്ല, ബുദ്ധിമുട്ടുള്ള സ്ഥലം. ഒരു മലനെ തുറന്നിട്ടാണല്ലോ നമ്മൾ ആ കിണർ കുത്തിയത്. അപ്പൊ ഞങ്ങളെ നമ്മള് കണ്ട കിണറിന്റെ ഭാഗല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ എത്തി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി. ചെറിയൊരു ഭാഗമാണെങ്കിലും ഒരു മലനെ തുറന്നിട്ട് വെള്ളമില്ലാത്തത് കാരണം ഒരു മലയെ തുറന്നു, എന്നിട്ട് ആ മലയുടെ സെൻട്രൽ ഭാഗം കീറിയിട്ട് കിടങ്ങാക്കി. ആ കിടങ്ങിലൂടെ നമുക്ക് നടന്നു പോയിട്ടാണ് ആ കിണറിന്റെ നടുഭാഗത്തേക്ക് എത്തുക. ആ കാഴ്ച നമുക്ക് കാണിച്ചെന്നല്ലോ. അത്രയും ത്യാഗം സഹിച്ചിട്ടാണ് ഇദ്ദേഹം, ഈ കാണുന്ന ഇദ്ദേഹം, ആ ഒരു കിണറിനെ വെട്ടി നിരപ്പാക്കി കീപ്പോട്ട് കുഴിച്ചത്. വെള്ളം ഒന്നും ഇല്ലാഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വെള്ളം, ഹോസ്പിറ്റലുകൾ, എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ഇപ്പൊ ഉണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രം അല്ലേ, വാഹനം വരാനില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. വെറും പിക്കാസ് മാത്രം ഉപയോഗിച്ചിട്ട്. കാരണം ഇന്നൊക്കെ നമുക്ക് ബ്രേക്കറുമാണ് ഉപയോഗിക്കാം. ഒരുപാട് സംവിധാനങ്ങളൊന്നും നമുക്കുണ്ട് ഇല്ലേ? ആ ഒരു സംവിധാനങ്ങളൊന്നും അന്നില്ല. ഇദ്ദേഹം 6 മാസം 7 മാസം എടുക്കുന്ന ആ ഒരു കിണറിനെ അതുപോലെ ആക്കിയെടുക്കുക അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങളെ നമ്മൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിയുള്ളൂ. സപ്പോർട്ട് ഇല്ല ഞാൻ ഒന്നും നടക്കില്ല. നിങ്ങളാണ് നമ്മളെ ചങ്കൾ കേട്ടോ. ഞങ്ങളെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ താങ്ക് യു.